യുഎസിലെ മുൻ പ്രസിഡന്റും വരുന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. അതേസമയം ശനിയാഴ്ച പെൻസിൽവേനിയയിൽ ട്രംപിന് നേർക്കുണ്ടായ വധശ്രമത്തിന് ഇതുമായി ബന്ധമില്ല. ഇറാനിയൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആഴ്ചകൾക്ക് മുമ്പേ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച ഭടന്മാർക്ക് പുറമെ ഡ്രോണുകളും റോബോട്ട് നായ്ക്കളും ട്രംപിന്റെ സുരക്ഷാ സംഘത്തിൽ ഇടം പിടിച്ചു. 2020 മുതൽ ജനറൽ ഖസീം സുലൈമാനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാന് ട്രംപ് ഭരണകൂടത്തോട് പകയുണ്ട്. ഇറാനിയൻ വിപ്ലവ ഗാർഡിലെ വിദേശ ഓപ്പറേഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഖുദൈസി ഫോഴ്സിന്റെ തലവനായിരുന്ന സുലൈമാനി ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ മിസൈൽ ആക്രമണത്തിലാണ് മരിച്ചത്. ട്രംപാണ് വധത്തിന് ഉത്തരവിട്ടത്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംപിയോ തുടങ്ങിയവരും ഇറാന്റെ ഭീഷണി നേരിട്ടിരുന്നു. ട്രംപ് സർക്കാരിലെ അംഗങ്ങൾക്കുള്ള ഭീഷണി വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് ആൻഡ്രിയാൻ വാട്സൺ പറഞ്ഞത്. നവംബറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപിനെ ഇല്ലാതാക്കാനാണ് ഇറാന്റെ ശ്രമമെന്നും വരുന്ന ആഴ്ചകളിൽ വധശ്രമങ്ങൾ ഉണ്ടാകുമെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ പ്രതികരിച്ചു. ജൂൺ മുതൽ ട്രംപ് കനത്ത സുരക്ഷയിലാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം ഇത്ര ശക്തമായ സുരക്ഷയുണ്ടായിട്ടും പെൻസിൽവാനിയയിൽ ട്രംപിന് വെടിയേറ്റത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു.